ഇത്രയും നാളും സ്വന്തം പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തു, ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു നിമിഷം തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഒരു വോട്ടർ എന്ന നിലയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നു, അതായത് ജനവിധി തേടി നിൽക്കുന്നു. ഒരു വട്ടം പോയി വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നന്ദി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പിടി കിട്ടിയല്ലോ. എന്തായാലും ചേച്ചി ഇങ്ങനെ ചെയ്തപ്പം ഓക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ നമ്മൾ പറഞ്ഞു ജയിപ്പിക്കുമെന്ന്. എന്തായാലും കൊള്ളാം കേട്ടോ, ആൾക്കാർക്കൊന്നും മനസ്സിലായതേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാത്തിൽ നിന്നും വെറൈറ്റി പിടിച്ച് ഈ ഇലക്ഷനിലെ കുറച്ച് കോമഡികളെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ഇലക്ഷനെ വെച്ച് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് ഊപ്പാട് വരും. ആൾക്കാരൊക്കെ ഇതിനോടൊക്കെ തന്നെ സങ്കടത്തോടെ നടക്കുവാന്ന്. കാരണം ഇലക്ഷൻ കഴിഞ്ഞില്ലയോ, ഇത്രയും നാൾ അവർക്ക് ചിരിക്കാനുള്ള സംഭവങ്ങൾ എല്ലാവരും കൂടി ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇലക്ഷനിലോട്ട് വന്ന പുതിയ മുഖങ്ങൾ, സെലിബ്രിറ്റിയിൽ നിന്ന് ഇലക്ഷനിലോട്ട് വന്ന പുതിയ മുഖങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നല്ലോ. അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രഹസനങ്ങൾ ഒന്നും ചെറുതല്ല. ഈ റീൽസിലൂടെ പിന്നെ അങ്ങ് വോട്ട് വാരുമെന്നും പറഞ്ഞാൽ അവർ നോക്കിയത്. പക്ഷേ റീൽസ് വഴി ഇഷ്ടംപോലെ ഊക്കുകൾ കരയായവരെ ഇവരെല്ലാവരും. പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ കാര്യം പറയണ്ടല്ലോ. കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് തപ്പും കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രഹസനങ്ങൾ. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം വരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഓരോ ഭക്തികൾ വെച്ച് റീൽസ് ഇട്ടിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചർച്ചാ വിഷയമായിട്ടുള്ള ആതിര ഡി നായരുടെ ഒരു റീൽസ് നമുക്കൊന്ന് കാണാം. കാത്തരുളുമഷ്ടമൂർത്തിയെ സേവിച്ചു ഏറ്റു ജപിക്കും നമ ശിവായ, കാറ്റും ജപിക്കും ഓം നമ ശിവായ. ഏറ്റുമാനൂരിലെത്തുന്ന നേരത്ത് കാറ്റും ജപിക്കും നമ ശിവായ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത്രയും കണ്ടപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു കാണും, എന്തൊരു ഭക്തി, ഇത്രയും നല്ല ഭക്തിയുള്ളൊരു കുട്ടിയെ ഈ ഇടയ്ക്കൊന്നും ആരും കണ്ടു കാണത്തില്ല, നല്ല ഭക്തിയുള്ള അച്ചടക്കം ഉള്ളൊരു കുട്ടി എന്ന് ആൾക്കാർ വിചാരിക്കുമെങ്കിലും ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വായിക്കാൻ വേണ്ടി കുറേ ഉണ്ട്. അതായത് ഈ ചേച്ചിയാണെങ്കിൽ അധികം വൈറൽ സംഭവങ്ങളും ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഇലക്ഷനിലോട്ട് വന്നപ്പോൾ ചേച്ചിയാണെങ്കിൽ അമ്പലത്തിൽ തന്നെയായിരുന്നു 24/7. അമ്പലത്തിൽ പോകുന്നു, അന്നദാനം കഴിക്കുന്നു, അതേകൂട്ട് തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു. അങ്ങനെ അവിടെ തന്നെ ആയിരുന്നു ചേച്ചി. അതൊക്കെ സീസൺ ഭക്തി എന്നാൽ നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ അലക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി വിചാരിച്ച് ഈ ഭക്തിയോടെ ഒരു വീഡിയോ അങ്ങ് എടുത്തിടാൻ, റീൽസ് ആക്കി ഇട്ട് കഴിയുമ്പോൾ അമ്മമാരൊക്കെ വിചാരിക്കുമല്ലോ ഈ തിരക്കിനിടയിലും ആ കൊച്ചു റീൽസ് ഇട്ടല്ലോ എന്ന്. പക്ഷെ അത് നേരെ നെഗറ്റീവായിട്ട് ചേച്ചിക്ക് വന്ന് പതിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും അവരുടെ ഭക്തിയൊന്നും ചോദ്യം ചെയ്യാൻ നമ്മളാളല്ലേ. എന്തായാലും ചേച്ചി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തൊരു റീൽസും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഈ ഇലക്ഷന്റെ പേരിൽ കുറെ റീച്ചും കൂടെ വാരി, അതുകൊണ്ട് തന്നെ ആ റീച്ച് വെച്ചിട്ട് ചേച്ചി കുറെ വോട്ടും കൂടെ വാരി എന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. കാരണം ഈ ഒരു ഇലക്ഷനിൽ ചേച്ചി ഇഷ്ടംപോലെ റീൽസ് അപ്ലോഡ് ചെയ്ത് ആൾക്കാരുടെ വായിരിക്കുന്ന മൊത്തവും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമുക്ക് അടുത്ത റീൽസ് കാണാം, നോക്കിക്കോ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് April 9 ജനവിധി കുറിക്കുന്ന ദിവസം. രാവിലെ തന്നെ ഭഗവാന്റെ അടുത്ത് പോയി എൻ്റെ നാടായിട്ടുള്ള പുന്നത്തറയിലെ ഗവൺമെന്റ് UPS ബൂത്ത് നമ്പർ 60 പോയി ഞാനും എൻ്റെ വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ജനങ്ങളോടും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അവിടെ അറിയിച്ച് നിങ്ങളുടെ ജനവിധി എല്ലാ നാടിന് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ആരും ഇന്ന് വോട്ട് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളാണ്, ജനത്തിന്റെ വിധിയാണിത്, നിങ്ങളാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ അത് വോട്ടൊന്നും പാഴാക്കരുത്. എല്ലാവരും തീർച്ചയായിട്ടും പോയി വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നന്ദി. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം നന്നായിട്ട് നടന്നിട്ടുണ്ട്. ചേച്ചിയുടെ ആ ഭക്തി നിറഞ്ഞിട്ടുള്ള സംസാരം കേട്ട് കഴിയുമ്പോഴേ ആൾക്കാരൊക്കെ അത് വീഡിയോ എന്തായാലും നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണത്തില്ല. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവർ 100% ആൾക്കാർ, ഒരു 10% ആൾക്കാർ മാത്രമേ ആ കാര്യം ശ്രദ്ധിച്ച് കാണത്തുള്ളൂ. എന്തായാലും ചേച്ചിയുടെ വീഡിയോ അവസാനിക്കുന്ന ആ ഒരു എൻഡിങ് ഭാഗം വരുമ്പോൾ ഒരാൾ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് ഓക്കെ. എന്തായാലും നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കാം, അപ്പം മനസ്സിലാവും. ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നന്ദി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പിടി കിട്ടിയല്ലോ. എന്തായാലും ചേച്ചി ഇങ്ങനെ ചെയ്തപ്പം ഓക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ നമ്മൾ പറഞ്ഞു ജയിപ്പിക്കുമെന്ന്. എന്തായാലും കൊള്ളാം കേട്ടോ, ആൾക്കാർക്കൊന്നും മനസ്സിലായതേ ഇല്ല. എന്തായാലും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ചിരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും റീൽസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇഷ്ടംപോലെ പ്രഹസനങ്ങൾ ഇതിനോടൊക്കെ തന്നെ. പ്രത്യേകിച്ചും പുതിയതായിട്ട് വന്നിട്ടുള്ള സെലിബ്രിറ്റികളുടെ പ്രഹസനമാണ് ആൾക്കാരൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ളത്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ അപ്പുറമാണ് ചിരിക്കാൻ കിടക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നിട്ട് നമ്മുടെ ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അഖിൽമാരാർ, ആ പുള്ളിക്കാരനും ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഇലക്ഷനെ സംബന്ധിച്ച്. പുള്ളിക്കാരനും കൂടെ ഇതേ ഒരു പാറ്റേൺ തന്നെ നോക്കിയിട്ടുണ്ട്. അതാണ് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് കമന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ചേച്ചി ഭക്തിമാർഗത്തിലൂടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു പാറ്റേൺ നോക്കി. ഇപ്പം അപ്പുറത്ത് അഖിൽമാരാർ എന്ന് പറഞ്ഞ ആ ചേട്ടനും കൂടെ ഈ ഭക്തിമാർഗം പിടിച്ച് വോട്ട് പിടിക്കാൻ നോക്കി എന്ന ആൾക്കാരൊക്കെ പറയുന്നത്. എന്തായാലും അഖിൽമാരാർ ചേട്ടന്റെ വീഡിയോ കൂടെ ഒന്ന് കാണാം. തൃക്കാക്കരയിലെ ഒട്ടുമിക്ക വോട്ടർമാരെയും കണ്ടതിന് ശേഷം
എന്നെ നാളിതുവരെ നയിച്ച മഹാഗണപതിയെ കാണാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ യാത്ര. മഹാഗണപതിയെ കണ്ട് കോട്ടാത്തല തണ്ണീർപ്പന്തൽ അമ്മമാരെയും കണ്ട് അനുഗ്രഹം വാങ്ങി രാവിലെ മൈലം പഞ്ചായത്തിലെ കോട്ടാത്തല 55-ാം ബൂത്ത് നമ്പറിൽ വോട്ട് രേഖപ്പെടുത്തി തിരിച്ച് എറണാകുളത്തേക്ക് വരികയാണ്. ഇന്നേ ദിവസം വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരുടെ മനസ്സിലും നല്ല ചിന്തയുണ്ടാവട്ടെ. ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും 1000 ആശംസകൾ നേരുകയാണ്. എന്തായാലും നമ്മൾ ഈ വീഡിയോക്കകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനതൊക്കെ ആ കമന്റ് ബോക്സ് വിശദമായിട്ടൊന്ന് പരിശോധിച്ചപ്പോഴാണ് എനിക്കത് കാര്യം പിടികിട്ടിയത്. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ യാത്രയിൽ പൊക്കോണ്ടിരിക്കുന്ന കോട്ടാത്തലയില്ല, പുള്ളിക്കാരൻ്റെ വോട്ടുള്ളത് കോട്ടാത്തലയില്ല, പക്ഷേ പുള്ളിക്കാരൻ നിൽക്കുന്ന നിയോജക മണ്ഡലം തൃക്കാക്കരയില്ല. അപ്പോൾ അവന് സ്വന്തം വോട്ട് കിട്ടത്തില്ലെന്ന് സാരം കൊള്ളാൻ കണ്ടു. എന്തോരം ട്രാജഡിയാന്ന് നോക്കിക്കോണം പുള്ളിക്കാരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം ശ്രദ്ധിച്ചുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ഇടുകയെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് കൂട്ടുകാർ എനിക്കൊരു പോസ്റ്റ് അയച്ചു തന്നു. ആ പോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒഫീഷ്യൽ പേജ് ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ഇലക്ഷൻ നിൽക്കുന്നെന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് അത് 30 എത്ര സംതിങ് ലൈക്കേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കമന്റ് ബോക്സ് നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന കമന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തോക്കുമെന്ന് ഉറപ്പുള്ളവർ ലൈക്ക് അടിക്കുന്നു പറഞ്ഞിട്ടുള്ളൊരു കമന്റാണ്. 44K ലൈക്ക് ആ ഒറ്റ കമന്റിന് വന്നേക്കുന്നത്. പോസ്റ്റിനേക്കാളും 10,000 ലൈക്ക് കൂടുതൽ ആ കമന്റിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാർ എങ്ങനെ കാണുന്നതെന്ന് നോക്കിക്കോണേ. എന്തായാലും അഖിൽമാരാരെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരൻ എവിടെ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് 100 ദിവസം ഞാൻ നിന്ന് ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് വോട്ട് തരാൻ പറ്റും. അവിടെ നിന്നിട്ട് ആൾക്കാർ ഒരു കോമഡി പീസ് എന്നൊരു രീതിയിലാണ് നമ്മുടെ അഖിൽമാരാർ ചേട്ടനെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇനി അടുത്തൊരു ആളിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 3ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഞ്ജലി നായർ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ പൂർണ്ണത്തേശിൻ്റെ അടുത്ത് തുടങ്ങി ചക്കംകുളങ്ങരയിൽ പോയി, പുത്തൻകുളങ്ങരയിൽ പോയി, മാറൻകുളങ്ങരയിൽ പോയി, വെട്ടിക്കാവ് ക്ഷേത്രത്തിൽ പോയി. 3 മണിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അഞ്ജലി നായർ, അതേപോലെ തന്നെ ആതിര ഡി നായർ, പിന്നെ അഖിൽമാരാർ ചേട്ടൻ, ഈ 3 പേരും ഭക്തി മാർഗത്തിൽ തന്നെ വീഡിയോ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ 3 പേരിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴും അഞ്ജലി നായർ തന്നെ. കാരണം ഈ 3 പേരും അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മുടെ അഖിൽമാരാർ ചേട്ടൻ ഒരു അമ്പലത്തിൽ പോയി, അതേപോലെ തന്നെ ആതിര ഡി നായർ ഒരു അമ്പലത്തിൽ പോയി. പക്ഷേ ഇവർ 2 പേരിലും കമിഞ്ഞ് ഈ ചേച്ചി ആണെങ്കിൽ ഈ ഒറ്റ രാവിലെ കൊണ്ട് 3 അമ്പലങ്ങളിലാണ് പോയിട്ടുള്ളത്. ഇതൊന്നും അല്ല കോമഡി. ഇവരെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് രാവിലെ ഒരു റീൽസ് ഇട്ട്, അതായത് ഇത്ര തിരക്കുകളുടെ ഇടയിലും അവർ ഈ റീൽസ് ഇട്ടപ്പോൾ ആ കമന്റ് ബോക്സ് അവർക്ക് എതിരായിട്ടാണ് വന്നിട്ടുള്ളത്. 3 പേരുടെ കമന്റ് ബോക്സിൽ 3 പേരെ നല്ല രീതിക്ക് തന്നെ അലക്കുന്നുണ്ട്. അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഭക്തി വിറ്റ് വോട്ട് വാങ്ങുമെന്ന്. സത്യം പറഞ്ഞാൽ എന്തോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിനി ആതിര ഡി നായർ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയിലോട്ട് തിരിച്ച് ഒന്നുകൂടെ വന്നു കഴിയുമ്പോൾ ആ ചേച്ചി വോട്ട് ചെയ്യാൻ പോയ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. എന്തായാലും കൊള്ളാം. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ആരും അവിടെ തറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചേച്ചിയെ ഫസ്റ്റ് തന്നെ കൊണ്ടങ്ങ് നിർത്തി. ആർക്കും എതിർപ്പ് സംഭവങ്ങളും ഒന്നുമില്ല. ക്യൂവിൽ അത്ര ആൾക്കാർ നിൽപ്പുണ്ട്, ആരും ഒരു എതിർവാക്കും പറഞ്ഞിട്ടില്ല. ചേച്ചി നേരെ ഇതേപോലുള്ള കുറച്ച് നോട്ടീസ് സംഭവങ്ങളും കൊടുത്ത് നേരെ പോയി ഫ്രണ്ടിൽ അങ്ങ് നിന്ന്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചേച്ചി ഇങ്ങനെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മുടെ കാവ്യമാധവൻ ചേച്ചി ആണെങ്കിൽ ഇതേ കൂട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി നേരെ ഫ്രണ്ടിൽ കയറി പോയപ്പം ഒരു പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് ആ ചേച്ചിയെ നേരെ ഇറക്കി ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പോരെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? നടക്കൂല. ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യാനാണെങ്കിൽ മര്യാദക്ക് അറിയാതല്ല വന്നത്, പറഞ്ഞതല്ലേ. പ്രായമായ സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ലേഡി വന്നപ്പോ അവരെ മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ ആർക്കും പ്രശ്നമില്ല. എന്തായാലും അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ജനങ്ങളെല്ലാം ഒരേ കൂട്ടം വോട്ടിടുന്നത്. അവിടെ സെലിബ്രിറ്റി സാധാരണക്കാർ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എന്തായാലും നമുക്ക് കാവ്യമാധവൻ ചേച്ചിക്ക് എതിരായിട്ടില്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ അഞ്ജലി നായരിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചേച്ചി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോരോ കോമഡികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാതെ നമ്മൾ എങ്ങനെ പോകാനാ? കാരണം സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ ചേച്ചി ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഈ വോട്ട് ഇലക്ഷനിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പം സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വോട്ട് ചോദിച്ച് നടക്കും, അത് സ്വാഭാവികമോ. പക്ഷെ ഒരു അമ്മമാരുടെ അടുത്തോട്ട് പോയിട്ട് ചേച്ചി ചോദിക്കാം, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി.
ചക്കയാണ് കേട്ടാ കൂടെ ഉണ്ടാവണേ. ശരി. അയ്യോ പറ്റിയതിൽ ഇല്ലല്ലോ കുഴപ്പമില്ല. നന്നായി താങ്ക് യു. അയ്യോടാ എന്നും ഇതേ കൂട്ട് ചേച്ചിയുടെ മനസ്സ് അതേ കൂട്ട് കണ്ടാൽ മതിയായിരുന്നു. എന്തൊരു വിശാല മനസ്സാന്ന് നോക്കിക്കോണേ. പാവപ്പെട്ട അമ്മമാരുടെ അങ്കിൾമാരുടെ ഒക്കെ കൂടെ അങ്ങോട്ട് ഫോട്ടോ എടുത്തോട്ട് എന്ന് ചോദിച്ചാൽ ചേച്ചി പോയി ഫോട്ടോ എടുക്കുന്നത്. സെലിബ്രിറ്റികളുടെ കൂടെ ഒന്ന് ചേച്ചി ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ല. സാധാരണക്കാരുടെ കൂടെ മാത്രം തന്നെ ചേച്ചി ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്നും ഇതേ കൂട്ട് ചേച്ചിയുടെ ഈ ഒരു വിശാല മനസ്സ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഈ കോമഡിയൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ സംഭവങ്ങൾ ഈ റീൽസ് വീഡിയോ വന്ന് കിടന്നങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ചിരിക്കാൻ ഞാൻ മാത്രം ചിരിച്ചാൽ പോരല്ലോ, കുറെ കാണികളും കൂടെ ചിരിക്കട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. നിങ്ങൾ എൻജോയ് ചെയ്തോ മക്കളെ. ഈ പ്രാവശ്യം എനിക്ക് വോട്ടില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് വിഷമമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും എനിക്ക് വോട്ടും ഉണ്ട്. എന്തായാലും അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. കഴിഞ്ഞ ഒരു ഇലക്ഷനും ഈ ഒരു ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടണിൽ ഞെക്കുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലും എന്നെ വിളിച്ച് വെച്ചേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ട് ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ എൻ്റെ അമ്മോ.